ഷോറൂമിൽ മാത്രം വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് കണ്ട കറക്റ്റായിട്ട് ഞാൻ എല്ലാ 5000 കിലോമീറ്ററിലും സർവീസിന് കൊടുക്കുന്ന വണ്ടിയുടെ എഞ്ചിൻ അയച്ചപ്പോൾ കണ്ടൊരു അവസ്ഥയാണ്. ലൂപ്പ് പോലെ ചെയിൻ ലൂബിങ് ചെയ്ത് ചെയിൻ ക്ലീൻ ചെയ്യുന്നത് പോലെ നിർബന്ധമായ മറ്റൊരു കാര്യമാണ് ഫ്രണ്ട് സ്പോക്കറ്റിന്റെ ഏരിയ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ റിമൂവ് ചെയ്ത് ചെയ്യണമെന്നില്ല, ലൂബിങ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, ക്ലീനിങ് പ്രോപ്പർ ആയിരിക്കണം ഫ്രണ്ട് സ്പോക്കറ്റിന്റെ. അപ്പൊ നമ്മൾ ഷോറൂമിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഓയിലാണ് 10000 കിലോമീറ്റർ കൂടുമ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഓയിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഇത് കണ്ട നമ്മൾ എഞ്ചിനൊന്ന് ലോങ് റൈഡ് പോകാൻ വേണ്ടിയിട്ട് അയച്ചു നോക്കിയതാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ വണ്ടിയുടെ എഞ്ചിൻ താങ്ങണില്ല ശരിക്കും ഈ ഒരു ഓയിൽ. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്ന് ഒഴിച്ച് തന്നെ ഓയിൽ ഒഴിച്ചിട്ടുള്ള അവസ്ഥയാണ് ഈ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഓയിൽ ഒഴിച്ചാണ് നിങ്ങൾ ഒരു 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കണമെങ്കിൽ വണ്ടി പണി തരുമെന്നുള്ള കാര്യം ഏകദേശം. ഗോൾഡൻ ചെയിനിന്റെ റെസ്റ്റ് വരുന്നത് കുറച്ച് കുറയും, പിന്നെ അതുപോലെ ഓവർ ഹീറ്റിങ്ങും ആവില്ല. മറ്റു ചെയിനിലേക്ക് ഓവർലാപ്പിംഗ് വരിക. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോകാനിരിക്കുന്നവർ ഒരു 50,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ മിനിമം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ ചെക്ക് ചെയ്തത് മിനിമം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇതാ ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി എൻ്റെ വണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ചു പണിയാൻ വേണ്ടി കൊണ്ടുവന്നേക്കണേന്ന്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കണ സ്ഥലം മലപ്പുറത്ത് ഒരു BMB ഗ്യാരേജിലാണ് എത്തിയേക്കണം. നമ്മുടെ അച്ഛൻ്റെ സ്ഥലത്തേക്ക് എത്തിയേക്കണം. ഇതിൻ്റെ ഫ്രണ്ട് കൂടിയാണ് സാധിക്കും. അപ്പൊ ഞാൻ ഈ വണ്ടിയിൽ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും എടുത്തിട്ടില്ല. വണ്ടി കറക്റ്റായിട്ട് സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. പക്ഷെ ഒരു ലോങ് റൈഡ് പോകാൻ നേരം നമുക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് പണിയിപ്പിച്ചാലേ നമുക്കൊരു വിശ്വാസത്തോടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ വലിയ പണിയൊന്നും എടുപ്പിക്കാനല്ലോ, ആവശ്യം വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇവരെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പൊ വേറെ ഏതെങ്കിലും നമ്മൾ ഷോറൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി പുതിയിട്ട് പോകേണ്ടി വരും. അതായത് നമ്മുടെ പൈസ കുറെ വേസ്റ്റ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വയനാട്ടിലും ശരിക്കും മലപ്പുറത്തേക്ക് ഓടിയെത്തിയത്. അതാണ് ഇവിടുത്തെ പോയിട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ ഓൾ ഇന്ത്യ മൊത്തം ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിയായിട്ട് റൈഡ് അടിച്ച് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് എന്തൊക്കെ പോരായ്മയുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ ഈ വണ്ടി 50,000 കിലോമീറ്റർ ആയ വണ്ടിയാണ്. അപ്പൊ ഈ 50,000 കിലോമീറ്റർ ആയ വണ്ടിയും കൊണ്ട് നമ്മൾ ലോങ് റൈഡ് പോകുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയായിട്ട് വേറൊരു വർക്ക്ഷോപ്പിൽ പോയാൽ പോലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യണത്. 50,000 കിലോമീറ്ററിന് ട്രാവൽ ചെയ്തൊരു ബൈക്കിനെ പ്രോപ്പറായി 15 മിനിറ്റ് നമ്മളൊന്ന് ഓടിച്ചു നോക്കിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ള നമ്മൾ കാണിക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഒരു കൊട്ടേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് യാത്രക്കിടയിൽ വരുന്ന ബാറ്ററി പ്രോബ്ലംസ്, ടൈമിംഗ് ചെയിൻ്റെ ഇഷ്യൂസ്, അതുപോലെ ബൈക്കിന് എഞ്ചിന്റെ ഭാഗത്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഇതെല്ലാം അധികം സമയം വേണ്ട, നന്നായിട്ട് ഓടിച്ച് ഹിമാലയനോടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് മുൻപേ ഉണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് ബ്രോക്ക് വേണ്ട ഒരു സേഫ് ജേർണി തയ്യാറാക്കുകയാണ്. പക്ഷേ ഇതിലിപ്പോൾ പ്രത്യേകം ചെയ്യാൻ പോകുന്നത് എഞ്ചിൻ ഭാഗത്ത് ടൈമിംഗ് ചെയിൻ്റെ റീപ്ലേസ്, അതുപോലെ മാഗ്നറ്റിക് കോയിലിന്റെ ചാർജിങ് എത്ര ശതമാനം ഉണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, അതുപോലെ സ്കാൻ ചെയ്തിട്ട് എന്താണ് ബ്രോയുടെ വണ്ടിയിൽ മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടിരിക്കുന്നു കുറെ കാലമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു. ഇതെല്ലാം ഒരു ഈവനിംഗ് മുമ്പ് പ്രോപ്പറായി സർവീസ് ചെയ്ത് ബ്രോനെ നമുക്ക് ഈവനിംഗ് മുമ്പ് തിരിച്ച് ട്രാവൽ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഓൾ ഇന്ത്യ പോകണമെന്നില്ല, ലോങ് റൈഡ് പോണവര് ജസ്റ്റ് കണ്ടിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അത് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇവിടെ വന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ പ്രധാന കാരണം നമുക്ക് അത്യാവശ്യം ലോങ് റൈഡിന് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ജസ്റ്റ് ട്രെയിനിങ് തരികയായി. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെയുള്ള വർക്ക്ഷോപ്പുകാർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയാൻ പറ്റിയെന്നിരിക്കില്ല. ചിലപ്പോൾ ഒരു ക്ലച്ച് ഗിയർ ഊരില്ല, അല്ലെങ്കിൽ ഒരു ടയർ ഊരില്ല. അതൊക്കെ ഇത് നമുക്ക് ഇവിടുന്ന് ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഓടി വയനാട്ടിൽ നിന്ന് ഓടി മലപ്പുറത്തേക്ക് എത്തിയത്. അപ്പൊ ഈ ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എഞ്ചിൻ ഫ്ലഷർ ഉപയോഗിച്ചുകൊണ്ട് 50,000 കിലോമീറ്റർ ട്രാവൽ ചെയ്ത എഞ്ചിനെ ഒന്ന് ഫ്ലഷർ ഉപയോഗിച്ച് ക്ലീൻ ആക്കാറുള്ളതാണ്. ഫ്ലഷർ ഉപയോഗിച്ചതിന് ശേഷം ഇത്രയും പോർഷൻസ് നമ്മൾ ഊരുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വാഹനത്തിൽ ആദ്യമായിട്ടാണ് 700ന്റെ 15W50 ഫുള്ളി സിന്തറ്റിക് മോട്ടോറിന്റെ ഓയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ബ്രോക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ യാത്രകളിലൊക്കെ കൂടുതലും മോട്ടോറിന്റെ ഓയിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ റീസെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 450, അതുപോലെ ഹിമാലയൻ 450 KLX-ലല്ല. പക്ഷെ നമ്മുടെ റോയൽ എൻഫീൽഡ് ഒരിക്കലും ഫുള്ളി സിന്തറ്റിക് ഓയിൽ 411 ഹിമാലയക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരത് അങ്ങനെ നമ്മുടെ സർവീസ് മാനുവലിലൊന്നും അതിനെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സെമി സിന്തറ്റിക് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതുവരെയുള്ള എൻ്റെ 25,000 കിലോമീറ്ററോളം എൻ്റെ പഴയ ഹിമാലയയിലും പുതിയ ഹിമാലയ 22,000 കിലോമീറ്റർ ട്രാവൽ ചെയ്തതെല്ലാം ഈ ഒരു ഓയിലാണ്. എനിക്കത് സേഫസ്റ്റ് ആണ്. കാരണം എന്താണെന്നുള്ളത്, ഈ എഞ്ചിൻ തുറക്കുന്ന സമയത്ത് ഇതിലിപ്പോൾ കമ്പനിയുടെ നോർമൽ ഓയിലാണ് ഇത്രയും കാലം ബ്രോ ഉപയോഗിച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ 7,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഈ ഓയിൽ ഫുള്ളി സപ്പോർട്ട് ചെയ്യും. കമ്പനി അങ്ങോട്ട് പറയുന്നത് 10,000 കിലോമീറ്റർ ആണ് സ്റ്റോക്ക് ഓയിൽ. അതൊരിക്കലും 10,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഓയിലിന് ഇല്ല എന്നുള്ളത് ഈ ഒരു എഞ്ചിനിൽ കാണിച്ചു തരാം. വൈശാഖിനോടെ വാഹനം ഇതേവരെ ഫുള്ളി കമ്പനി സർവീസ് ചെയ്തൊരു വാഹനമാണ്.
അപ്പോൾ 10,000 കിലോമീറ്റർ ഇന്റർവെല്ലിലാണ് 10,000 ഇന്റർവെല്ലിൽ ഓയിൽ ചേഞ്ച് ചെയ്ത ഈ വാഹനത്തിന്റെ ഉള്ളിലെ അവസ്ഥ ഒരു കവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഗാരേജിൽ ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് മോട്ടീവിന്റെ ഓയിൽസ് ആണ്. അതിന്റെ ഒരു ഗുണം എന്റെ ബൈക്കിൽ എനിക്ക് അനുഭവിച്ച് ഫീൽ ഉള്ളതാണ്. ഒരു ലോങ് റൈഡിന്റെ ഹീറ്റിംഗ് ടൈമിലെല്ലാം ഈ ഓയിലിന്റെ വ്യത്യാസം പ്രത്യേകം നമുക്ക് തിരിച്ചറിയുന്നതാണ്. എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. കറക്റ്റായിട്ട് ഷോറൂമിൽ കൊണ്ട് സർവീസ് ചെയ്യണ വണ്ടിയുടെ എഞ്ചിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ട ഈ ടൈമിംഗ് ചെയിൻ കറക്റ്റ് 50,000 മാറ്റേണ്ട ഒരു സാധനം, ഇത് മാറ്റിയില്ല പണിയും കിട്ടും. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഞാൻ പുറത്തു കൊണ്ടുവന്നൊന്ന് എഞ്ചിൻ അഴിപ്പിച്ച് നോക്കിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് 8ന്റെ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഷോറൂമിൽ കൊണ്ടേ കറക്റ്റായിട്ട് സർവീസ് ചെയ്യണവരാണെങ്കിലും നിങ്ങൾ ഇതുപോലെ പുറത്തൊക്കെ കൊണ്ടുപോയി ഇടക്കൊന്ന് അഴിപ്പിച്ചൊക്കെ നോക്കി ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1000 കിലോമീറ്ററിലും ഹിമാലയന്റെ ഡ്രാഗ് ലിങ്ക്, റിയർ സസ്പെൻഷന്റെ ഡ്രാഗ് ലിങ്ക് പ്രോപ്പറായിട്ട് ഗ്രീസിങ് ആൻഡ് ലൂബിങ് ചെയ്യുന്നത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം റിയർ സസ്പെൻഷന്റെ ബുഷ് ഡാമേജ് ആവുന്നതും സസ്പെൻഷൻ വീക്ക് ആവാനും ചെയിൻ സ്പോക്കറ്റ് ഡാമേജ് ആവാനും അതൊരു കാരണമാവും. ചെയിൻ ലൂബിങ് ചെയ്ത് ചെയിൻ ക്ലീൻ ചെയ്യുന്നത് പോലെ നിർബന്ധമായ മറ്റൊരു കാര്യമാണ് ഫ്രണ്ട് സ്പോക്കറ്റിന്റെ ഏരിയ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ റിമൂവ് ചെയ്ത് ചെയ്യണമെന്നില്ല. ഓരോ 5,000 കിലോമീറ്ററിലും ഒരു തവണയെങ്കിലും ഫ്രണ്ട് കവർ റിമൂവ് ചെയ്ത് ഈ ഡസ്റ്റ് എല്ലാം മൊത്തത്തിൽ റിമൂവ് ചെയ്യുക. ഈ മണ്ണെല്ലാം അടിഞ്ഞുകൂടി ചെയിൻ സ്പോക്കറ്റിന് തേമാനം കൂടുതലാവാനുള്ള റീസൺ കൂടുതലാണ്. ഇതുകൊണ്ട് ലൂബിങ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, ക്ലീനിങ് പ്രോപ്പർ ആയിരിക്കണം ഫ്രണ്ട് സ്പോക്കറ്റിന്റെ ഭാഗത്ത്. അപ്പൊ നമ്മള് ഷോറൂമിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഓയിലാണ് 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഓയിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഇത് കണ്ട നമ്മൾ എഞ്ചിനിൽ നിന്നൊന്ന് ലോങ് റൈഡ് പോകാൻ വേണ്ടിയിട്ട് അയച്ചു നോക്കിയതാ. അപ്പൊ എഞ്ചിന്റെ ഉള്ളിൽ വണ്ടിയുടെ എഞ്ചിൻ താങ്ങണില്ല ശരിക്കും ഈ ഒരു ഓയിൽ. റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ നിന്ന് ഒഴിച്ച് തന്നെ ഓയിൽ ഒഴിച്ചിട്ടുള്ള അവസ്ഥയാണ് ഈ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഓയിൽ ഒഴിച്ചാണ് നിങ്ങൾ ഒരു 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കണമെങ്കിൽ വണ്ടി പണി തരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ടിയെന്ന് നമുക്കിത് ആശാനോട് ചോദിക്കാം. 5,000 കിലോമീറ്ററാണ് പ്രോപ്പർ ഇന്റർവെല് പഴയ കാലത്ത് ഓയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലത്തെ സെമി സിന്തറ്റിക് ഓയിൽ 10,000 കിലോമീറ്റർ ഇന്റർവെല്ലിലാണ് കമ്പനി മാറ്റാൻ പറയുന്നത്. അങ്ങനെ ഓടുന്ന സമയത്ത് കാർബൺ പാർട്സുകളുടെ ഒരു അളവ് കൂടുതൽ വന്ന് കേസുകളെല്ലാം പിടിച്ചു വെക്കും. ഇതേപോലെ വാൾവിലും ടൈമിംഗ് ചെയിനും എല്ലാം വരും. ഒരു പുതിയ ചെയിനും പഴയ ചെയിനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ കളർ ചേഞ്ചുകൾ വരും. അപ്പൊ എഞ്ചിന്റെ ഉള്ളിലെ ഹീറ്റ് ഓവറാവും. ഓയിലിന് എഞ്ചിനെ തണുപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് മാറ്റി പുതിയ ഓയിൽ വെച്ചാൽ ഈ ഒരു കാർബൺ ടെസ്റ്റുകൾ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലിന്റെ അളവ് കറക്റ്റ് അറിയാൻ കഴിയില്ല. ഗ്ലാസ് ഫുൾ ടൈം കറക്റ്റിരിക്കും. കറക്റ്റായ 5,000 കിലോമീറ്റർ ഈ കമ്പനി ഓയിലിന് ഒന്ന് മാറ്റി ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മോട്ടീവിന്റെ ഫുള്ളി സിന്തറ്റിക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യും. ഞാൻ എന്റെ ബൈക്കിലൊക്കെ ഫുള്ളി സിന്തറ്റിക്കിൽ 10,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ 3 ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെയെങ്കിലും കാർബൺ ടെസ്റ്റ് കൊണ്ട് കൂടുതൽ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷേ 50,000 കിലോമീറ്ററിൽ 100% ഹെഡ്, വാൾവ്, ക്ലച്ച് എല്ലാത്തിനും ഒരു കംപ്ലൈന്റ് വരുന്നതാണ്. അപ്പൊ നമുക്കിനി മോട്ടീവിന്റെ ഓയിൽ ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഹിമാലയന്റെ എഞ്ചിൻ ഓയിൽ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ അതെന്താണെന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എഞ്ചിൻ ഓയിലിന് ഭയങ്കര വിഷയം വരുന്നത്. അപ്പൊ നമ്മൾ മോട്ടീവിലേക്ക് മാറിയൊക്കെയാണ്. ഇനിയിപ്പോ എന്തായാലും ഒരു 10,000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ റിവ്യൂ പറയണമായിരിക്കും. അപ്പൊ എഞ്ചിൻ ഹീറ്റുള്ള ആൾക്കാരൊക്കെ ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് ഇതൊന്ന് കേട്ടിരിക്കണം, നല്ലതായിരിക്കും. ഞാൻ ഈ മറ്റേ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടിയിട്ട് റോളോന്റെ ഗോൾഡൻ ചെയിൻ ആണ് ഇടുന്നത്. ഇത് ശരിക്കും എന്തൊക്കെ ഗുണമുണ്ട് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക്? ഗോൾഡൻ ചെയിനിന്റെ റെസ്റ്റ് വരുന്നത് കുറച്ച് കുറയും. പിന്നെ അതുപോലെ ഓവർ ഹീറ്റിംഗും ആവില്ല. മറ്റു ചെയിനിന്റെ ആയിക്ക് ഓവർലാപ്പിംഗ് വരിക. ഇപ്പൊ ഈവൻ നമ്മൾ യാത്രയിൽ എന്തായാലും പല ടെറൈൻ ആവും. ഓവറായിട്ട് റെയിൻ ഉണ്ടാവാം, ഹീറ്റ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. അപ്പൊ ചെയിന് ലോക്കായി പോകുന്ന വിഷയങ്ങൾ, ചെയിനിന് നോയ്സ് വരിക, ഇതെല്ലാം ഒന്ന് കുറഞ്ഞിട്ടും മറ്റു ചെയിനേക്കാൾ 10,000 കിലോമീറ്റർ ഓവർ ഓടാൻ ഇത് സഹായിക്കും. കിട്ടുമല്ലേ? ഞാൻ നോർമലി ഷോറൂമിൽ നിന്ന് കിട്ടുന്ന സാധാ റോളോന്റെ ചെയിനാണ് യൂസ് ചെയ്യേണ്ടിരുന്നത് ഇത്രയും കാലം. ഇത് റോളോന്റെ ഗോൾഡൻ ചെയിൻ ആണ്, ബ്രാസ്കറ്റഡ് ആണ്. ഇതില് ലൂബിന്റെ അളവിൽ കൂടുതൽ വേണ്ട, കുറഞ്ഞ അളവിൽ മതി. മറ്റേതിന്റെ ആയിട്ട് റെസ്റ്റ് വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ്. ഫ്യൂവൽ പമ്പൊക്കെ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതിന് വേണ്ട അഴുക്കാണ് കേട്ടോ അതിനകത്തു നിന്നൊക്കെ വന്നത്. ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫ്യൂവൽ പമ്പൊക്കെ ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയി നമ്മൾ വഴിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല അതൊരു പെടൽ തന്നെ ആയിരിക്കും ശരിക്കും. ഇതൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ആ ഒരു ലോങ് റൈഡൊക്കെ പോണവർ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കേസാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിനി നമ്മളൊന്ന് സ്കാൻ ചെയ്യാൻ പോയാണ്. ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഈ വാണിംഗ് ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ? ഓ, ഒരു മാസത്തിന് മേലെ ഉണ്ട്. ആ വാണിംഗ് ലൈറ്റ് എന്താണ് സെൽഫ് അടിക്കുന്ന സമയത്ത് വരുന്നുണ്ട്, ഇടയ്ക്ക് പോകുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന ഗരാജ് പ്രോയുടെ സ്കാനിങ് ടൂൾ ആണ്. ഈ ടൂളിൽ നമുക്ക് ഏകദേശം എല്ലാവിധ ബൈക്കുകളും കാറുകളൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയ ഒരു റിവ്യൂ കറക്റ്റ് ആയിട്ടുണ്ടാവും എന്തുകൊണ്ട് വന്നു എന്നുള്ള. അത് നമുക്ക് സ്കാൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിന്റെ ചേസ് നമ്പർ അടക്കം വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്ന് 1870 എന്നുള്ളതാണ്. ഞാൻ ആ ചേസ് നമ്പർ ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണ്.
ABS അടക്കം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാണ്. എഞ്ചിനാണ് ABS ആണ് സ്കാനിങ് ആവുന്നത്. ഒരു 1 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. ഒരു 99% 100% കംപ്ലീറ്റ് ചെയ്ത് ഒരു 5 എഞ്ചിൻ ഫാൾട്ട് കോഡുകൾ വന്നിട്ടുണ്ട്. നമുക്ക് റീഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഫാൾട്ട് കോഡിൽ പെൻഡിങ് ഫാൾട്ട് കോഡുകൾ അടക്കം ഹിസ്റ്ററി അടക്കം ഒരു 5 ഫാൾട്ട് കോഡ് കാണിക്കുന്നുണ്ട്. നമുക്ക് റീഡ് ചെയ്തിട്ട് ഇത് എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഒന്ന് സിസ്റ്റം വോൾട്ടേജ് ബിലോ നോർമൽ ലെവൽ. അപ്പോൾ പഴയ ബാറ്ററി ലോ വോൾട്ട് ആയിരുന്നു, അതിൻ്റെ ഒരു ഫാൾട്ട് കോഡാണ് അതിൽ കിടക്കുന്നത്. പിന്നെ വരുന്നത് അതേ കോഡ് തന്നെ പെൻഡിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ സെൽഫ് റിലേന്ന് വോൾട്ട് കറക്റ്റായി എത്താത്തതിനാലായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഓൾറെഡി നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് എറേസ് ചെയ്ത് നോക്കുകയാണ്. ഈ നമ്മുടെ എഞ്ചിൻ ഫാൾട്ട് കോഡ് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ എറേസ് ചെയ്യാണ്. ABSന്റെ ഭാഗത്ത് പക്കയാണ്, വേറെ കോഡുകളോ കമ്പൈൻസ് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഫാൾട്ട് കോഡ് ഏകദേശം എററായിട്ടുണ്ട്, എറേസ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് റിപ്പീറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ വാറന്റി ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഷോറൂമിൽ എന്ത് ചെയ്യാം, സെൽഫിന്റെ റീലെ മാറ്റി കിട്ടും. മറ്റൊരു കംപ്ലൈന്റ് ഇല്ല. ഇവൻ മേജറായ കംപ്ലൈന്റ് ആണെങ്കിൽ ഒരിക്കലും അത് എറേസ് ചെയ്താൽ പോവില്ല. അത് അവിടെ തന്നെ ഫിക്സ് ആയി. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒന്നും കൂടി ഓഫ് ചെയ്തിട്ട്. വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് ഏകദേശം ഒരു 10,000 കിലോമീറ്ററോളം ഒരു റോഡ് ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ആ ഷോറൂമിൽ കൊണ്ടുപോയി ഇവരുടെ ചാറ് പോലെ ഫുള്ള് സാധനങ്ങൾ മാറ്റി കളഞ്ഞ് കുറെ പൈസ ആക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബ്രോന്റെ എനിക്ക് അറിയാവുന്ന ആളുടെ വിശ്വസ്തമായ ഒരു ഗ്യാരേജ് ആണത്. അതാണ് ഞാൻ ഇവിടെ എത്തിയത് സംഭവം. അപ്പൊ ഞാൻ രാവിലെ പോയിട്ട് വരെ ഞാൻ ചെയ്യണ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ള ബ്രോ പറഞ്ഞു തരും. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയിൽ ചെയ്തത് ഇമ്പോർട്ടന്റ് ആയ ഒരു വർക്ക് ടൈമിംഗ് ചെയിൻ റീപ്ലേസ്മെന്റ് ആയിരുന്നു. നമ്മൾ ടൈമിംഗ് ചെയിൻ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലുള്ള കാർബൺ കണ്ടന്റ് എല്ലാം എഞ്ചിന്റെ ക്ലച്ചിന്റെ ഭാഗത്ത്, മാഗ്നറ്റിന്റെ ഭാഗത്ത്, ഹെഡിന്റെ ഭാഗത്ത് എല്ലാം വരുന്ന കാർബൺ കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്ത് ടൈമിംഗ് ചെയിൻ റീപ്ലേസ് ചെയ്തു, ടെൻഷനാണ് റീപ്ലേസ് ചെയ്തു. അതുപോലെ ഈ ടൈമിംഗ് ചെയിന്റെ കാര്യം 50,000 കിലോമീറ്റർ നിങ്ങൾ ഇത് ചെക്ക് ചെയ്തിരിക്കുന്നത് മാറ്റാനായിട്ടുണ്ടോ, ഇതിലേക്ക് പണി കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ പൈസേന്റെ പരിപാടി വലിയ പൈസയിൽ മാറ്റേണ്ടി വരും. കാരണം ഈ 50,000 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവം അറിഞ്ഞതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് പണി കിട്ടില്ല. അപ്പൊ നിങ്ങൾ 50,000 കിലോമീറ്റർ കഴിഞ്ഞൊരു ഹിമാലയൻ ആണെങ്കിൽ, റോയൽ എൻഫീൽഡിന്റെ വണ്ടിയാണെങ്കിൽ ടൈമിംഗ് ചെയിന് നിങ്ങൾ തീർച്ചയായും മാറിയിട്ടുണ്ടാവണം. അതുപോലെ ടെൻഷനർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ടെൻഷനറൊക്കെ പൊട്ടി കഴിഞ്ഞാൽ 480 രൂപയാണ് ടെൻഷനറിന്റെ വില വരുന്നത്. ഇതൊക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 15,000 മുതൽ 25,000 രൂപ വരെ കോസ്റ്റ് വരുന്ന വലിയ പണികൾ ബൈക്കിന്റെ എഞ്ചിനിൽ വരാം. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള എഞ്ചിൻ ഓയിൽ വരുന്നത് 15 അമ്മിനെ ഫുള്ളി സിന്തറ്റിക് ഓയിലിലേക്ക് മാറ്റം വരുത്തി 2 ഫോർക്ക് ഓയിലും 4 ഓയിൽ സീഡ്സും റോയൽ എൻഫീൽഡിന്റെ തന്നെ ഒറിജിനൽ ഓയിൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓയിൽസിന്റെ കാര്യത്തിൽ എനിക്ക് ഫോർക്ക് ഓയിൽ റോയൽ എൻഫീൽഡിന്റെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അത് അത്യാവശ്യം ലൈഫ് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ മോട്ടീവിന്റെ ഓയിൽ ഒഴിച്ചതിന്റെ കാരണം എന്താണെന്ന് പ്രൂവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം 50,000 കിലോമീറ്റർ വരെ ഷോറൂം സർവീസ് മാത്രമാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ മോട്ടീവിലേക്ക് മാറിയ കാര്യം എന്താണെന്ന് ഡീറ്റെയിലായിട്ട് പ്രൂവ് പറഞ്ഞില്ല. റോഡ വണ്ടി അടുത്തൊരു 1 lakh വരെയൊക്കെ ഈ ഒരു ഓയിൽ ഒഴിച്ച് ഓടുകയാണെങ്കിൽ നമ്മളിപ്പോ ക്ലീൻ ചെയ്ത എഞ്ചിൻ ഇതേ ക്ലിയറിനോട് കൂടിയിട്ട് തന്നെ അടുത്തൊരു 1 lakh നമുക്ക് തിരിച്ച് ഓപ്പൺ ചെയ്ത് കണ്ടീഷനിൽ കാണാം. മറ്റ് പരിപാടിക്ക് നമുക്ക് തെറ്റിക്കാതെ ഓയിൽ മാറ്റി പോകാൻ 7 കിലോമീറ്റർ കറക്റ്റ് ഇന്റർവെല്ലിൽ മാറ്റിയാൽ മതി. 5,000 ആണെന്നില്ല 7 വരെ പോകാം മാക്സിമം. പിന്നെ ചെയിൻ സ്പോട്ട് റോളോന്റെ ബ്ലാസ്റ്റ് ചെയിനിലേക്കാണ് മാറിയിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് വരുന്നത് നോർമൽ ചെയിനാണ്, നമ്മൾ ബ്ലാസ്റ്റ് ചെയിനിലേക്ക് മാറി. റോളോന്റെ ചെയിൻ തന്നെയാണ് റോയൽ എൻഫീൽഡിന്റെ കിറ്റിന് വരുന്നത്. ചെറിയ വ്യത്യാസമുള്ള വിലയിൽ. അതുപോലെ ബാറ്ററി വരുന്നത് 2 വർഷം കഴിഞ്ഞ കാലങ്ങളാണ്, 3 വർഷത്തിലേക്ക് എത്തി. 3 വർഷം വരെയൊക്കെ എക്സൈഡിന്റെ ബാറ്ററിയിൽ തന്നെയാണ് ഓടിയത്. പക്ഷെ ഇത് നമ്മുടെ കമ്പനി ആക്കുന്ന ബാറ്ററിയാണ് കൊടുക്കുന്ന ബാറ്ററിയാണ്. അപ്പൊ ഈ ലോങ് റൈഡിൽ ഈ ബാറ്ററി വെച്ച് പോകുന്നത് ഡേഞ്ചറാണ്. ഓൾറെഡി ബാറ്ററിയുടെ ഒരു പ്രോബ്ലം വന്നിരുന്നു. ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളിത് മാറ്റിയ കാരണം ഇപ്പൊ രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമ്മളൊരു പരീക്ഷണത്തിന് നിന്നില്ല. അതുപോലെ തന്നെ ബാറ്ററി നമ്മൾ എക്സൈഡിന്റെ 9Z ബാറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ ബാറ്ററി നമ്മുടെ ചെയിൻ സ്പോട്ട് മാറ്റുന്ന സമയത്ത് പുഷ് റബ്ബേഴ്സ് ഏകദേശം ഒരു വിള്ളലെല്ലാം വന്ന് പൊട്ടിയിട്ടുണ്ട്. അവർ പരീക്ഷണത്തിൽ നിൽക്കുന്നില്ല. ഇതും റീപ്ലേസ് ചെയ്ത് സ്പോക്കറ്റ് ബെയറിംഗ് റീപ്ലേസ് ചെയ്തു, ചെയിൻ കിറ്റ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തു. അതുപോലെ നമ്മൾ റിപ്പയർ ചെയ്തെടുത്ത കുറച്ച് പ്രോഡക്റ്റുകളാണ്, റീപ്ലേസ്മെന്റ് അല്ല. ലീഗ് റാഡുകളെല്ലാം നന്നായിട്ട് ലൂബ് ചെയ്ത് ആ ബാരിങ്സിനൊക്കെ റീസെറ്റ് ചെയ്ത് സ്പോക്സുകളെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് സിംഗാം റിമൂവ് ചെയ്ത് ബാരിങ്സ് എല്ലാം ഗ്രീസ് ചെയ്ത് അതുപോലെ മറ്റൊന്ന് ചെയ്തിട്ടുള്ളത് കോൺസെപ്റ്റ് ഇറക്കിയിട്ട് ഫുള്ളി ലൂബ് ചെയ്ത് റീസെറ്റ് ചെയ്തു, റീപ്ലേസ് ചെയ്തിട്ടില്ല. സസ്പെൻഷന്റെ ഭാഗം വർക്ക് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് വീൽ ബാരിങ്സിനെ റിമൂവ് ചെയ്യാതെ ഡസ്റ്റ് സീൽ മാത്രം റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് ഗ്രീസ് ലോഡ് ചെയ്തു, സ്പോക്സുകൾ ക്ലീൻ ചെയ്തു, വണ്ടി മൊത്തത്തിൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്തു എല്ലാ ഡസ്റ്റ് പാർട്ടിക്കൽസും വണ്ടി എടുത്ത് കളയും.
നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുത്തു, ഷൈനർ ഉപയോഗിച്ച് പോളിഷ് ചെയ്തെടുത്ത് ഏകദേശം എല്ലാ ഭാഗങ്ങളും പെർഫെക്റ്റ് ആണ്. നല്ല സ്കാൻ ചെയ്ത് വാണിംഗ് ലൈറ്റ് എല്ലാം കളഞ്ഞു നല്ലൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഒരു 5 കിലോമീറ്ററിന് ശേഷം ബ്ലോക്കിൽ വണ്ടി കൈമാറാണ്. ഇതൊരു 1 ഡേ ഫുള്ളി 3 പേരെടുത്ത സർവീസാണ്. ഇതോടെ യാത്രയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തത്. സാധാരണഗതിയിൽ അതൊരു 3 ഡേയ്സോളം എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പൊ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോകാനിരിക്കുന്നവര് ഒരു 50,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ മിനിമം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്തത്. മിനിമം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. എപ്പോഴും നമ്മൾ ഷോറൂമിൽ കൊണ്ട് വണ്ടി സർവീസ് ചെയ്യാൻ നേരം അതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കറക്റ്റ് ഞാനിപ്പോ ചെക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടിയേനെ. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്തൊരു വർക്ക്ഷോപ്പിൽ ഷോറൂമിൽ മാത്രം സർവീസ് ചെയ്യാതെ ഇടക്കൊന്ന് പുറത്തൊക്കെ കയറി ചെക്ക് ചെയ്യണത് നിങ്ങളുടെ വണ്ടിക്ക് നല്ലതായിരിക്കും. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. 10,000 കിലോമീറ്റർ ഇന്റർവെല്ലിൽ മാറിയിട്ടുള്ള ഏതൊരു വാഹനത്തിലും 100% ഒരു 10% ഈ വാഹനത്തിന്റെ എഞ്ചിന് അതിന്റെ ഒരു സൈഡ് എഫക്ട് ഭാവിയിലേക്ക് ഹെഡ് റീപ്ലേസ്മെന്റ് വന്ന വാഹനങ്ങൾ ഇപ്പൊ ഈ ടൈമിംഗ് ചെയ്യുമ്പോൾ തന്നെ 1 ലാഖ് ഓടാൻ കഴിയുന്നുള്ള തെളിവുള്ള പല ഹിമാലയൻസും ഇന്നും മാർക്കറ്റിൽ ഓടുന്നുണ്ട്. പലരും കറക്റ്റായി 5000 ഓയിൽ ചേഞ്ച് ചെയ്ത പല ഓയിൽസ് ആയാലും 5000 ചേഞ്ച് ചെയ്ത് ഓടുന്ന പലർക്കും റഫ് യൂസ് അല്ലാത്ത പലർക്കും പണ്ടത്തെ അതേ ടൈമിംഗ് ചെയ്യുന്ന 900,000 കിലോമീറ്റർ ആയ കസ്റ്റമേഴ്സ് നമുക്ക് തന്നെ ഉണ്ട് ഇതുവരെ റീപ്ലേസ് ചെയ്യാതെ ഓടുന്നത്. അത് ആ ഓയിലിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതും കറക്റ്റ് ആയിട്ടുള്ള പീരിയോഡിക്കൽ അതിനെ ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓയിലിന്റെ ക്വാളിറ്റി റോയൽ എൻഫീൽഡിൽ നമുക്ക് ഒഴിക്കുന്ന ഓയിലിന്റെ ക്വാളിറ്റി ലേശം കുറവാണ്. അത് ഷോറൂം പറയണ 10,000 കിലോമീറ്ററിൽ മാറ്റിയാൽ മതി, 5,000 കിലോമീറ്റർ ടോപ്പാ. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എഞ്ചിൻ അയച്ചു നോക്കിയപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയത്. കുറച്ചു കാലം കൂടി അങ്ങനെ ഓടിയിരുന്ന വണ്ടി വഴി കിടന്നേനെ. അതുകൊണ്ടാണ് നമ്മൾ മോട്ടോയിലേക്ക് മാറിയത്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിൻ വിലൊക്കെ ഒഴിച്ച് വണ്ടി ഓടിക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. 5,000 കിലോമീറ്റർ ആകുമ്പോൾ ചേഞ്ച് ചെയ്ത് കളഞ്ഞു.